ചേറ്റുകുണ്ട് കുദ്രു മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അയ്യങ്കാവ് കോലോത്തേക്കുള്ള പ്രസാദയാത്ര വിശ്വാസത്തിലെ വേറിട്ട കാഴ്ചയും വിശേഷവുമായി. ഇരു ദൈവസങ്കേതങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഈ അനുഷ്ഠാനത്തിന്റെ ആധാരം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. രണ്ടാം കൊല്ലൂരെന്നറിയപ്പെടുന്ന ചിത്താരി ചേറ്റുകുണ്ട് കുദ്രുദ്വീപിലെ മൂകാംബിക ക്ഷേത്രവും അയ്യങ്കാവ് കോലോവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വിളിച്ചറിയിക്കുന്നതും ഊട്ടിയുറപ്പിക്കുന്നതുമാണ് ഈ രണ്ട് ദേവസങ്കേതങ്ങളും കേന്ദ്രീകരിച്ച് നടക്കുന്ന നവരാത്രി ആഘോഷം. പോയ കാലത്തെ അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയുടെ പ്രതീകം കൂടിയാണ് അപൂർവമായ ഈ അനുഷ്ഠാനം. കുദ്രു ക്ഷേത്രത്തിൽ നിന്നും നവരാത്രി പ്രസാദവും തലയിലേന്തി പുഴകൾ കടന്ന് കാതങ്ങൾ താണ്ടി അയ്യങ്കാവ് കോലോത്തേക്കുള്ള ഭക്തജനങ്ങളുടെ പദയാത്രയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. രണ്ട് ഗ്രാമങ്ങളുടെ കാർഷിക പെരുമ നവരാത്രി ആഘോഷത്തിലേക്ക് വഴിമാറിയതാണ് ചരിത്രം. അങ്ങനെ ഭക്തിയുടെ വഴിയിൽ ചരിത്രവും പൈതൃകവും ഇവിടെ പരസ്പരം കൈകോർക്കുന്നു. എല്ലാ നവരാത്രി കാലത്തും കുദ്രു മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അരിമുറുക്ക് പ്രസാദവുമായി നാട്ടുകാരുടെയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും സംഘം 25 കിലോമീറ്റർ അകലെയുള്ള അയ്യങ്കാവ് കോലോം തറവാട്ടിലേക്ക് യാത്ര പോകാറുണ്ട്. തറവാട്ടുകാരനവരുടെ ആപത്ഘട്ടത്തിലുള്ള പ്രാർത്ഥനയുടെ സാഫല്യം കൂടിയാണ് പാരസ്പര്യത്തോടെയുള്ള ഈ നവരാത്രി കാഴ്ചകെട്ട്. ചിത്താരിപ്പുഴയും കടന്ന് ചാലിങ്കാൽ, മീങ്ങോം, അമ്പലത്തറ, 3-ാം മൈൽ, പൂതങ്ങാനം, പറക്കളായി വഴിയിലൂടെയാണ് ഏറെ കഠിനകരമായ ഈ പ്രസാദയാത്ര അയ്യങ്കാവിലെ കോലോം തറവാട്ടിലെത്താറുള്ളത്. ഇത്തവണ ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട പദയാത്ര വൈകിട്ടോടെയാണ് കോലോം തറവാട്ടിലെത്തിയത്. ഇവിടെ നിന്നും വെള്ളിയാഴ്ച വൈകിട്ടോടെ തിരികെ പുറപ്പെടുന്ന സംഘം സന്ധ്യാദീപം തെളിയുന്നതിനു മുമ്പ് കുദ്രു ക്ഷേത്രത്തിൽ എത്തിയിരിക്കണമെന്നാണ് അലിഖിത നിയമം. ഇതെല്ലാ വർഷവും നമ്മൾ പോവാണ് നവരാത്രി സമയത്ത്. ഇത് ഏകദേശം ഒരു 400 വർഷം മുമ്പേ ഒരു വിജയത്തിൻ്റെ കഥയാണ് ഈ പറയുന്നത്. ആ വിജയത്തിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണകാല സമയത്ത് ഒരു രാജാവിന് ഒരു കൈവധം പറ്റിയതാണെന്നറിയില്ല, എന്തോ അവരിവിടെ വന്ന് അരുള ചെയ്തു. അവരൊരു കുടുക്കിൽ പെട്ടുപോയി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ വന്നു അഭയം പ്രാർത്ഥിച്ചു. ആ അഭയത്തിൻ്റെ അനുസരിച്ചാണ് ഇന്ന് നമ്മൾ അയ്യങ്കാവിലേക്ക് പോകാനുള്ള ഈ ഏർപ്പാട് തുടങ്ങിയത്. ഈ അരനൂർക്കായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. പോയിട്ട് വരുമ്പോൾ പൂക്കലയും അവിടുത്തെ പഴവർഗ്ഗങ്ങളും ഇല്ലേ പച്ചക്കറി സാധനങ്ങളായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാൽനടയായിട്ട് പോകും, കാൽനടയായിട്ട് വരും. 3000-ലധികം വരുന്ന അരിമുറുക്കാണ് ഇക്കുറിയും കുദ്രുദേവിയുടെ പ്രസാദമായി അയ്യങ്കാവ് കോലോത്തേക്ക് തലച്ചുമടായി കൊണ്ടുപോയത്. വലിയ പായയിൽ പൊതിഞ്ഞാണ് അരിമുറുക്കിന്റെ പ്രസാദ കാഴ്ചക്കെട്ടൊരുക്കിയത്. 40 കിലോ അരി മുറുക്കുണ്ടാക്കാൻ ഉപയോഗിച്ചു. ഇവരെ കാണാനും എതിരേൽക്കാനുമായി അയ്യങ്കാവ് കോലോം തറവാട്ടിൽ നേർച്ചയായി മടിയരിയുമായി എത്തുന്നവർക്കെല്ലാം അരിനുറുക്കും കുങ്കുമവും ദേവിയുടെ പ്രസാദമായി നൽകും. നിരവധി തെയ്യങ്ങളുടെ സാന്നിധ്യമുള്ള തറവാട് കൂടിയാണത്. കുദ്രു മൂകാംബിക ദേവിക്കുള്ള കാഴ്ച സമർപ്പണത്തിനായി അയ്യങ്കാവ് ഗ്രാമത്തിലെ ഓരോ വീടുകളിൽ നിന്നും കാർഷികോൽപ്പന്നങ്ങൾ കോലോത്തെത്തിക്കുന്നു. പൂക്കൾ, തേങ്ങ, അടക്ക, അരി, ഇളനീർ, കവുങ്ങിൻ പൂക്കുല, പച്ചക്കറികൾ, കുരുമുളക് എന്നിങ്ങനെ സ്വന്തമായി വിളയിച്ചെടുക്കുന്ന കാർഷികോൽപ്പന്നങ്ങളാണ് കർഷകർ കുദ്രു സംഘത്തിന് കൈമാറാറുള്ളത്. ഇങ്ങനെ കർഷകർ നൽകുന്ന സമ്മാനം പച്ചോല കൊണ്ട് മെടഞ്ഞ വല്ലങ്ങളിൽ നിറച്ച് കുദ്രു സംഘം തലച്ചുമടായി മൂകാംബിക ക്ഷേത്രത്തിലേക്ക് തിരികെ വരുന്നു. ക്ഷേത്രത്തിൽ പ്രത്യേകമായി പൂജിക്കുന്ന ഇവ നാട്ടുകാർക്ക് പ്രസാദമായി നൽകാനും നവരാത്രി നാളുകളിലെ അന്നദാനത്തിനും ഉപയോഗിക്കുന്നു. നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഈ ആചാരം ഇന്ന് കൂട്ടായ്മ കൊണ്ടും കെട്ടുറപ്പ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഏറെ സമ്പന്നമായിട്ടുണ്ട്. ഇതിൽ ഭാഗവാക്കാകാൻ വിവിധ ദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് പുഴ കടന്ന് കുദ്രുദ്വീപിലെ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ എത്താറുള്ളത്. നവരാത്രി ആഘോഷം പോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് കുദ്രുദ്വീപിലെ കളിയാട്ടം. ഇങ്ങനെ നിരവധി ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന കുദ്രുദ്വീപ് ഇക്കേരിയൻ കാലഘട്ടത്തിലെ ചരിത്രത്തിന്റെയും ഭാഗമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.